ഷിനിയേട്ടൻ്റെ ശ്രീനിവാസന്റെ കുടുംബത്തിൽ നിന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ എം മോഹൻ. കഥ പറയുമ്പോൾ മുതൽ ഒരു ജാതി ജാതകം വരെ, പ്രത്യേകിച്ച് മുഖവരിയൊന്നും വേണ്ട. അമ്മ ഭക്തയായിരുന്നോ? ഭക്തെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല, അമ്പലത്തിൽ പറ്റുന്ന പരിപാടിയൊന്നുമില്ല. പറശ്ശിനിക്കടലൊക്കെ പോകാറുണ്ട്. CPM കയറിയായിരുന്നു. അല്ലേ? ഞാൻ ഒരു ദിവസം പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യം വന്നു. ചെക്കനെന്താ പറ്റിയ, അവനിപ്പം പഴയ പോലെ ഒന്നുമില്ലല്ലോ. സിനിമയിൽ പോയതിന് ശേഷം മൊത്തം മാറിയപ്പോൾ ഇതൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു. ഇപ്പോൾ ഞാൻ റേഷൻ ഏരിയ, ഞാൻ നാട്ടിൽ പോയ റേഷൻ ഏരിയ കഴിക്കുന്നത്. ഞാനിപ്പോൾ കോഴിക്കോടൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരും. ബെസ്റ്റ് ഏരിയയാണ്, ഇങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ അറിയാം. അടിപൊളി ഏരിയയാണ് ഇപ്പോൾ കിട്ടുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇരുമ്പരി എന്ന പേരിൽ എത്ര ഉപയോഗിച്ചാലും പോകില്ല. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എത്ര ഉപയോഗിച്ചാലും പോകില്ല. പിന്നെ പുഴുത്തരിയൊക്കെ കിട്ടുന്നു. ഇന്നും റേഷൻ ഡിപ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. മരിക്കുന്നത് വരെ അമ്മ സ്വന്തമായിട്ട് എണ്ണ കാച്ചി ആ എണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നത്. പിന്നെ അമ്മയുടെ മുടി കറുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്, നരച്ചിട്ടല്ല. ചെറിയ ഒരു നില മാത്രമേ ഉള്ളൂ, പാലനിര മാത്രമേ ഉള്ളൂ, പ്രായത്തിന് നിര ഉണ്ടായിട്ടില്ല. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മേളം കറി മസാല. ഞാൻ ജിക്കയുടെ അടുത്ത് ഒരു പോസ്റ്റ് അയച്ചു കൊടുത്തിരുന്നു. ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റാണ്, അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ ഓർമ്മ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. എത്രയും മൂന്നാമത്തെ ഓർമ്മ ദിനമായിരുന്നു. അതീവ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു. ആ കുറിപ്പിന്റെ ഉള്ളില് ഒരു പ്രദേശത്തിന്റെ, ഒരു നാടിന്റെ മുഴുവൻ സ്പന്ദനമുണ്ട്. ശ്രീനിയേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിയായ വർഗത്തിന്റെ ഉദയം. പറഞ്ഞാൽ കാര്യങ്ങൾ, ഭാഷകൾ മനസ്സിലാവുന്നവരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ, സഹാക്കളുടെ ഒക്കെ ഒരു പ്രദേശത്തു നിന്നും അതൊക്കെ കണ്ടു വളർന്ന ഒരു വലിയ ഒരു അമ്മ. അപ്പം മണ്ടോടി തറവാട് അല്ലേ നിങ്ങളുടെ തറവാട്? ആ അമ്മയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങണം നമ്മൾ. ആ എഴുതാനുണ്ടായ സാഹചര്യമൊക്കെ അതിലൂടെ പോകാം. ആ കൂട്ടത്തില് വിനീത് ശ്രീനിവാസൻ ആ അമ്മയ്ക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക്, മൂത്തമ്മയ്ക്ക് അല്ലേ, മൂത്തമ്മയാണ് അമ്മമ്മ, വിനീതിന്റെ അമ്മൂമ്മക്ക് ഒരു മൊബൈൽ കൊടുക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ കുറിപ്പ് അങ്ങ് എഴുതിയത്. അത് എഴുതാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒന്ന് പറയണം. പ്രത്യേകിച്ചും ഞാൻ ആ സാഹചര്യം എന്ന് പറയാൻ ആലോചിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അമ്മയുടെ മൂന്നാമത്തെ ഓർമ്മ ദിനമാണ് കഴിഞ്ഞ 23-ന്. അമ്മ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്? അമ്മ മരിക്കുമ്പോൾ 100 വയസ്സ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. 100 വയസ്സ് വരെ ജീവിച്ചു. 100 വയസ്സ് മാത്രമല്ല, ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ആരോഗ്യത്തോട് തന്നെയാണ് ജീവിച്ചത്. അതായത് മരിക്കുന്ന ഒരാഴ്ച മുമ്പ് മാത്രമേ ചെറുതായിട്ടൊന്നും ക്ഷീണിച്ചിട്ടുള്ളൂ. മരിക്കുന്നത് വരെ അമ്മ സ്വന്തമായിട്ട് എണ്ണ കാച്ചി ആ എണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നത്. പിന്നെ അമ്മയുടെ മുടി കറുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്, നരച്ചിട്ടല്ല. ചെറിയ ഒരു നില മാത്രമേ ഉള്ളൂ, പാലനിര മാത്രമേ ഉള്ളൂ, പ്രായത്തിന് നിര ഉണ്ടായിട്ടില്ല. ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ഹെൽത്തി ആയിരുന്നു. നല്ല ഓർമ്മയുണ്ട്. ഇതിൽ പൂർണ്ണ ആരോഗ്യ, ആ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട് അമ്മ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കില്ല. ഇല്ലല്ല, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ കുറേ മത്സ്യം വേണം. റോബിൻജിൻ്റെ അടുത്തൊരു ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ദിവസം നമ്മളെ സബ്ജക്റ്റായിട്ട് റോബിൻജിയുടെ ഓഫീസിലിരിക്കുമ്പോൾ അമ്മയുടെ ഫോൺ വന്നപ്പോൾ റോബിൻജിനെ ചോദിച്ചിട്ടുണ്ട്, എന്താ എടുക്കാതെ ചോദിച്ചു. ശരിയാണ്. ഞാൻ പറഞ്ഞു, ഫോൺ എടുക്കാതെ തന്നെ കാര്യം എനിക്കറിയാം. അപ്പോൾ എല്ലാ മാസാവസാനമാണ് വിളിക്കുന്നത്. ആ വിളി കണ്ടാൽ അറിയാം. അപ്പോൾ വിളിച്ചാൽ ആദ്യം ചോദിക്കും, നീ എപ്പോഴാണ് വരുന്നത് ചോദിക്കും. ഞാൻ വരാം. അല്ല വരണം, അരി മേടിക്കണം. അപ്പോൾ റേഷൻ കടയിൽ ഞാൻ വിനീതിൻ്റെ ഒരു ഓർമ്മ വരാൻ കാരണം വെച്ചാൽ, ഈ അമ്മ അതുവരെ ഫോണ് കിട്ടുന്നതിന് മുന്നേ വരെ ഇത് പെങ്ങളെടുത്തൊക്കെ പറയും, മോനെ വിളിക്കുമ്പോൾ പറയണമെന്ന്. അതെൻ്റെ കൃത്യമായി പറയും. അല്ലെങ്കിൽ ഫോണ് സംസാരിക്കാറുണ്ട്. അങ്ങനെ വിമലേച്ചിൽ അവിടെ നാട്ടിലുള്ളത്. രാകേഷിന്റെ അമ്മയുടെ അടുത്തും പിന്നെ രാകേഷിന്റെ അമ്മയുടെ ഇളയമ്മയുടെ അടുത്തൊക്കെ പറയും. ഞാൻ ഏതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിലാ. നിങ്ങൾ എത്ര കുട്ടികളാ? ഞങ്ങൾ 8 പേര്. 8ാമത്തെ. അപ്പോൾ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആളെ വീട്ടിലാണ് താമസിക്കുക, ഏതെങ്കിലും മകളെ വീട്ടിലാണ് താമസിക്കുക. പിന്നെ അമ്മയുടെ അടുത്തിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 15 വർഷം, അന്ന് നമുക്ക് 85 വയസ്സിൻ്റെ അടുത്ത സമയത്തായിരിക്കും വിനീത് ദുബൈയിൽ നിന്ന് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോൺ വേണമെന്നുള്ളൂ. നമ്മുടെ അടുത്ത് ആരോടും പറഞ്ഞില്ല, നമ്മുടെ അടുത്ത് ആരും പറഞ്ഞില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഫോൺ കൊണ്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഒരു ഭാര്യയായി പറയുന്നത്. ഈ ഫോൺ വരുമ്പോൾ എല്ലാ മാസവും ഈ ഫോണിൽ മെസ്സേജ് വരും. കാരണം ഇപ്പം അമ്മയുടെ പേരിലാണ്, ഗൃഹനാഥ എന്നുള്ള രീതിയിൽ അമ്മയുടെ പേരിലാണ് റേഷൻ കാർഡ് ഉള്ളത്. അത് ഞാൻ മാത്രമേ ഉള്ളൂ കൂടാ. വൈഫിൻ്റെ ഒക്കെ ഇവിടെയാണ്, കൊയിലാണ്ടിയിലാണ്. ഇവിടെ വന്ന് പിന്നെ കൊയിലാണ്ടി കൊണ്ട് മാറ്റിയില്ലേ. പിന്നെ അവിടെയൊക്കെ അവരുടെ ഇടപാടുകളൊക്കെ അവിടെ ആയത്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റേണ്ടത് മാറ്റിയില്ല. 2 ആൾക്കാന്ന് വെള്ളക്കാർഡാണ് നമ്മൾ. അപ്പം മെസ്സേജ് വരും, ഈ മാസത്തെ അരി ദിവസം കൊണ്ട് വാങ്ങിക്കണം എന്നാണ്. ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ പ്രശ്നമാണ്. അപ്പം അമ്മ ഇത് കാണും, മെസ്സേജ് വായിക്കും. അത് മാത്രമല്ല, രാവിലെ ഉണർന്നാൽ
ഒരു പെങ്ങളെ വീട്ടിൽ അന്ന് വരുന്നത് ദേശാഭിമാനിയും മറ്റൊരാളുടെ വീട്ടിൽ മാതൃകയും വരും. അപ്പോൾ ആദ്യം ദേശാഭിമാനി ഫുൾ വായിക്കും. അതിൻ്റെ അകത്തുള്ള എല്ലാ അരിച്ചു പെറുക്കി കണ്ണട വെച്ച് വായിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ പത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ മാസത്തെ റേഷൻ അടുത്ത 1-ാം തീയതി വരെ നീട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വിളി തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഞാൻ എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, വേറെ എവിടെയെങ്കിലായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് പോടുമെന്ന് പറയും. തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മോഹൻജി വാങ്ങിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വേറെ ആരും വാങ്ങിക്കൊടുത്താലും ഇഷ്ടമല്ല. ഇല്ല, അത് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തമ്പ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നത്. നമ്മൾ ആരെങ്കിലും ഒന്നുകിൽ അമ്മ പോയിട്ട് ഇത് വാങ്ങണം, വിരൽ വെക്കണല്ലോ, വിരലിളയാളും കാർഡിലെ മെമ്പർ തന്നെ പോകണം, ആരെങ്കിലും ഒരാൾ പോകണം. അതാണ്, അതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ വിളി വന്നാൽ അപ്പൊ തന്നെ പോകണം. പോയില്ലെങ്കിൽ ഇത് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാനുണ്ട്, നമ്മൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇപ്പോഴും റേഷൻ അരി, ഞാൻ നാട്ടിൽ പോയി റേഷൻ അരി കഴിക്കുന്നത്. ഞാനിപ്പോൾ കോഴിക്കോടൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരും. ബെസ്റ്റ് അരിയാണ്, ഇങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ അറിയാം, അടിപൊളി അരിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പണ്ട് ഈ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ റേഷൻ ക്ഷാമകാലത്തൊക്കെ ഒരു അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 64-ലാണ് ഭയങ്കരമായ ക്ഷാമം ഉണ്ടായത്. പാട്യത്തല്ലേ ഇത്? അല്ല, പാട്യത്ത്, എൻ്റെ വീട് പാട്യത്ത്. അപ്പോൾ ഈ ക്ഷാമകാലം എന്ന് പറയുന്നത് 64-ലൊക്കെ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 64-ൽ വ്യാപകമായ ക്ഷാമകാലം ഉണ്ടാവുകയും 64-ഓടുകൂടിയാണ് റേഷനിങ് സംവിധാനം കേരളം മുഴുവൻ നടപ്പാക്കിയത്. അപ്പോൾ ആ ഒരു കാലത്ത് റേഷനരി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അമ്മ ഒരു കർഷക തൊഴിലാളിയും കൂടിയാണ്, എല്ലാ സമരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ കരുത്തും വാശിയും വീര്യവും ഉണ്ട്. അതുപോലെ ഈ നമുക്കന്ന് ഈ നെല്ല്, ഈ കർഷക തൊഴിലാളിക്ക് ഇപ്പം നെല്ല് കൊയ്ത്തലും കഴിഞ്ഞാൽ നെല്ലൊക്കെ കിട്ടും, കൂലിക്കൊപ്പം നെല്ലും കിട്ടും. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ച് നെല്ലൊക്കെ ഇടിച്ച് എന്നിട്ടൊക്കെ അരിയൊക്കെ വെക്കുന്നത്, ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ആരോഗ്യം നിലനിൽക്കുന്നുണ്ടാവുക. അപ്പോൾ വിനീത് ഫോണ് കൊണ്ടു കൊടുത്തതിന് ശേഷം എൻ്റെ ഒരു മരുവളത് അതിൻ്റെ അകത്ത് മലയാളത്തിലൊക്കെ അത് ചെയ്തു കൊടുത്തു. അപ്പോൾ എല്ലാ ദിവസം വിളിക്കും, ഈ മാസാവസാനം എല്ലാ ദിവസം വിളിക്കും. ഈ 85 വയസ്സ് കഴിഞ്ഞ് അമ്മയ്ക്ക് സ്മാർട്ട് ഫോൺ കിട്ടിയപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സ്മാർട്ട് ഫോണല്ല, മറ്റേ പഴയ നോക്കിയുടെ ഫോൺ ഉണ്ട്. അതാണ്, അതിൽ വരുന്ന മെസ്സേജാണ്. അതിലൊരു മെസ്സേജ് വായിക്കും, വിളിക്കും, എല്ലാവരും വിളിക്കും. അപ്പോൾ വേറൊരു കോമഡി എന്ന് വെച്ചാൽ അതിൽ ഈ നമ്മൾ അമ്മേന്നാരാണെന്നുള്ളൊരു ഇടക്കാലത്ത് റോംജി കേട്ടിട്ടുണ്ട്. എൻ്റെ ഫോണിൽ വിളിക്കും അമ്മേന്നാരാണെന്നുള്ളൊരു പാട്ട് കേൾക്കാം. അത് ഞാൻ ബോധോട് വെച്ചല്ല, അത് അങ്ങനെ വന്നതാണ്. റിംഗ് ടോണ് നമ്മൾ സേവ് ചെയ്ത് വന്നു. പിന്നെ ഞാനത് നോക്കിയില്ല. ഇതേ റിംഗ് ടോൺ ആയിരുന്നു വിമലേച്ചിൻ്റെ ഫോണിലും. വിമലേജ് അത് വെച്ചതാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വിമലേച്ചിനെ വിളിച്ചപ്പോൾ അമ്മേന്നാരാണെന്നുള്ളത് ഇതാ കേൾക്കുന്നത്. അപ്പോൾ അമ്മ വിചാരിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കും കേൾക്കുന്നത്. അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്തു. എന്നെ വിളിച്ചപ്പോൾ ഇതാ കേൾക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മറ്റേ പെങ്ങളെടുത്ത് പറയാ, എപ്പോൾ വിളിക്കുമ്പോൾ ആങ്ങളെയും പെങ്ങളും അമ്പലത്തിലുണ്ടാകുക, ഞാൻ വിളിച്ചാൽ കിട്ടുകയില്ല. അമ്മ ഭക്തയായിരുന്നോ? ഭക്തെന്ന് വെച്ചാൽ അങ്ങനെ അമ്പലത്തിൽ പറ്റുന്ന പരിപാടിയൊന്നുമില്ല. പറശ്ശിനിക്കടലൊക്കെ പോകാറുണ്ട്, ഈ കാവ് അങ്ങനെയൊക്കെ പോകാറുണ്ടെന്നാണ്. അങ്ങനെ ഭക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു CPM കാര്യമായിരുന്നു. ഞാൻ കുറച്ച് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ഞാൻ ഒരു ദിവസം പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യം വന്നു. ചെക്കനെന്താ പറ്റിയേ, അവനിപ്പം പഴയ പോലെ ഒന്നുമില്ലല്ലോ, സിനിമയിൽ പോയതിന് ശേഷം മൊത്തം മാറിപ്പോൾ എന്തൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സ്വന്തമായിട്ട് കാഴ്ചക്കുറവൊന്നുമില്ല, കണ്ണട വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ക്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തകർ വന്നിട്ട് ഓപ്പൺ പൊട്ടി ചെയ്യിപ്പിക്കുമ്പോൾ ക്യൂവിലാണ്ട് കയറാമല്ലോ. അപ്പോൾ മൂപ്പർക്ക് വിശ്വാസം ഉണ്ടാവില്ല, കൂടെ പോകുന്നവർ പറ്റിച്ചാലോ ഒന്നുമില്ല. കൂടെ പോകുന്നവരുടെ പാർട്ടി സഹാക്കളെ പോവുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലും, വേറെ ഗീത എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിലേറ്റീവ് ഉണ്ട്, അവർ അവിടുത്തെ പാർട്ടീനെ, അവളെയും കാത്തിക്കുന്നു കൊണ്ടുപോയി. ഞാൻ മറ്റേ വന്നിട്ട് പോകാൻ അത് മാറ്റിക്കുറ്റിയാലോ എന്ന് പ്രേരിപ്പിച്ചിട്ട്. കാരണം നമ്മളെ എപ്പോഴും നമുക്ക് ഈ പാർട്ടി ചിഹ്നം കിട്ടാറില്ല അധികവും. അവിടെ മത്സരിക്കുന്നത് മറ്റേ വേറെ കഴിഞ്ഞ പ്രാവശ്യം KP പോലാണ്ടായിരുന്നു. അപ്പോൾ ഘടകകക്ഷിയായിരിക്കും. അപ്പോൾ പാർട്ടി ചിഹ്നമാണെങ്കിൽ ഇവർ ബൈഹാർട്ടാണല്ലോ, അത് അമ്മയ്ക്കറിയാം. മറ്റുള്ള ചിഹ്നം വായിക്കാനൊക്കെ അറിയാം, പത്രങ്ങളൊക്കെ വായിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ ഇത് വന്നല്ലോ മറ്റേ വോട്ടിംഗ്, ഇത് പേപ്പർ മാറിയിട്ട് മറ്റേ മിഷൻ വന്നല്ലോ. അപ്പൊ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അമ്മയ്ക്ക്. ഇപ്പൊ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ മിഷനായതുകൊണ്ടില്ലേ, ശബ്ദം വരുന്നവരെ കാത്തു നിന്നു. ഉറപ്പുവരുത്താൻ.
ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മയിലേക്ക് പോയത്. അപ്പം അന്നത്തെ ഒരു കാലഘട്ടവും അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ റേഷൻ കടകൾ, ഏത് റേഷൻ കടയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഫുള്ളായിരിക്കും. പ്രത്യേകിച്ചും വെള്ളി ശനി ആയിട്ടായിരിക്കും ഭയങ്കര തിരക്കുണ്ട്. കാരണം ഇത് അവിടെ അധികവും തൊഴിലാളികളുടെ ഒരു ഏരിയ ആണല്ലോ, വീട് തൊഴിലാളികൾ, അതേപോലെ പല. അപ്പം വീക്കെൻഡിലൊക്കെ ആയിരിക്കും അവർക്ക് പൈസ കിട്ടുന്നുണ്ടാകുക. പിന്നെ ആ വീക്കിൽ റേഷൻ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ റേഷൻ കിട്ടില്ല അക്കാലത്ത്. ഇന്ന് പിന്നെ ഒരു മാസം എന്തോ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ശനിയാഴ്ചയെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ പൈസയൊന്നും ആൾക്കാരെ കയ്യിലില്ലെങ്കിൽ റേഷൻ കടയിൽ കടം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എൻ്റെ ഒരു ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഇറങ്ങുമ്പം ഈ സാധാരണ അന്നത്തെ എനിക്ക് തോന്നുന്നു വർക്കിംഗ് ടൈം 8 മണി മുതൽ 7 മണി വരെ ഒറ്റയാണ് റേഷൻ കടയാണ്. 10 മണി വരെയൊക്കെ റേഷൻ കട തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിന് തീരാത്തതുകൊണ്ട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇരുമ്പരി എന്ന പേരിൽ എത്ര ചോദിച്ചാലും പോകില്ല. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എത്ര ചോദിച്ചാലും പോകില്ല. പിന്നെ പുഴുത്തരിയൊക്കെ കിട്ടുന്നു. ഞാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ എന്ത് റേഷൻ സംവിധാനങ്ങൾ കുറേ തകർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം പിടിച്ചു നിർത്തുന്നുണ്ട്. അത് വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇന്നും ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റേഷന് വലിയ പ്രാധാന്യമില്ല എന്ന് ചിലപ്പോൾ ചില ആൾക്ക് തോന്നിയേക്കാം. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. മോശപ്പെട്ട കാര്യമൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇന്നും റേഷൻ ഡിപ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. മാത്രമല്ല റേഷൻ കടകൾ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പഴയ തിരക്കില്ലാതെ മാത്രമേ ഉള്ളൂ. തിരക്കില്ലാതെ എന്തുകൊണ്ടാ വെച്ചാൽ സംവിധാനങ്ങൾ കുറേ മാറി. പിന്നെ കേരളത്തിൽ എവിടെ നിന്നും അപ്പം എൻ്റെ അടുത്ത് ഈ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചു, കേരളത്തിൽ എവിടെ വേണമെങ്കിലും വാങ്ങാലോ റേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ഇവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കുള്ളത്. അവിടെ ഇപ്പം നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അരി വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ പഴയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ജീവിക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ പോസ്റ്റിലേക്ക് വരാം. നമ്മൾ ആ പോസ്റ്റിൽ നിന്ന് അപ്പം പോസ്റ്റിൽ നിന്ന് വെച്ചാൽ ഞാനത് പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് വീടെടുത്തിട്ടില്ല ഇതുവരെ. 10 വർഷം മുമ്പ് മൈഗോഡ് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വീടെടുക്കാൻ വേണ്ടിയിട്ട് തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കർഷക തൊഴിലാളി പെൻഷനൊക്കെ കിട്ടിത്തുടങ്ങുന്നു. പിന്നെ അമ്മയ്ക്ക് മുമ്പൊക്കെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാലൊക്കെ ചിലവുകൾക്കും ജീവിത ചിലവുകൾക്കും മറ്റും എടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാതെ കൊണ്ട് വീട്ടിലെന്നാലും ചിലവുകളൊന്നും ഉണ്ടാവില്ല, അമ്മയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മൂപ്പര് കൂട്ടിയിട്ട് എൻ്റെ ഓരോ തവണ ചെല്ലുമ്പോഴും ഒരു 5-6 മാസം അല്ലെങ്കിൽ അത്ര കഴിയുമ്പോഴേക്ക് ആരും കാണാതെ, മറ്റ് സിസ്റ്റർ വരാൻ കാണാതെ എൻ്റെ രഹസ്യമായി ചേൽപ്പിച്ചിട്ട് കല്ലറൊക്കെ പറയും. ചെങ്കല്ലറൊക്കെ പൈസ അത് ചിലപ്പോൾ ഒരു 10,000 ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാനിത് ചിലവായി കളയുന്നില്ല വിശ്വാസക്കുറവ് കൊണ്ട് എനിക്കൊന്നൊരു 5-8 വർഷം മുമ്പ് ചിലവായി കളയുന്നുള്ളൊരു വിശ്വാസക്കുറവ് കൊണ്ട് എൻ്റെ ഒരു മരുവള ഭർത്താവുണ്ട്, അതായത് ചേച്ചിയുടെ മകളുടെ ഭർത്താവ് നന്ദൻ എന്ന് പറയും. മൂപ്പര് അവിടെ പൊന്നിൻ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പം നന്ദേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ രഹസ്യമായിട്ട് നന്ദേൻ്റെ അടുത്ത് കൊടുത്തു. അന്ന് ഏകദേശം എനിക്കൊന്ന് 1,500 രൂപ, ഒരു 8-9 കൊല്ലത്തിന് മേലായിരിക്കും, അല്ലെ 10 വർഷമായിട്ടുണ്ടോ. കാരണം മൈഗോഡ് ഷൂട്ടിംഗ് സമയത്താണ് ഏകദേശം കല്ലെറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ അത്ര വിശ്വാസം പോരാ. ഞാനവിടെ വീട് എടുക്കും. അന്ന് തറ കിട്ടുന്നതിന് മുന്നെയാണ് ഞാൻ 2014 തറ കിട്ടുന്നത് വീട്ടിൽ. അതിപ്പോൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, ഭംഗിയായി കിടക്കുന്നുണ്ട് തറ. അപ്പോൾ അന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ നന്ദേട്ടൻ വന്നപ്പോൾ അമ്മ കൊടുത്തിട്ട് പറഞ്ഞ് മോൻ അറിയണ്ട, ഇത് ബാങ്കിലിടുക, വീടെടുക്കുന്ന സമയത്ത് വീട്ടുപണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 തവണ, ഒരു തവണ 1,800 ഒരു തവണ 1,500 കൊടുത്തു. അത് പിന്നെ നോമി എൻ്റെ പേരെ വെച്ചത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു. ആ പൈസ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തത്. ഞാൻ നാട്ടിൽ പോയില്ല ഇപ്പോൾ. അത് അപ്പോൾ അമ്മ മരിച്ചപ്പോൾ എൻ്റെ മറ്റുള്ള സിസ്റ്ററിലും പറഞ്ഞു അത് എടുക്ക്, അത് കാരണം അവിടെ ഇത് വെക്കണ്ടല്ലോ ബാങ്കിൽ, കാരണം ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിനു വേണ്ടിയായിരുന്നു പോയത്. ആ 1,800-1,500 കൂടിയിട്ട് ഏകദേശം 25,000 രൂപയുണ്ടായിരുന്നു. പഞ്ഞകാലം എന്ന് പറയുന്ന സമയം, പൈസ ഇല്ലാത്ത സമയം അമ്മയുടെ കരുതൽ അല്ല, അത് കർഷക പെൻഷനിൽ നിന്ന് അമ്മ കരുതി, കർഷക പെൻഷനിൽ നിന്നാണ്. പിന്നെ ഇടയ്ക്കൊക്കെ തരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ കൊറോണ ടൈമിൽ ഭയങ്കര സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 21,000 രൂപ തന്നിട്ട് പറഞ്ഞു നീ നിന്റെ പേര് തന്നെ ബാങ്കിൽ ഇട്ടോ എന്ന് പറഞ്ഞു. അമ്മേൻ്റെ മനസ്സിങ്ങനെ മാറി വരും. ഇടയ്ക്ക് വിശ്വാസം വരും, ഇടയ്ക്ക് അവിടെ വീട് എടുക്കില്ലേ എന്നുള്ളൊരു സംശയം വന്നതാണ്. കാരണം ചിലപ്പോൾ എൻ്റെ വൈഫിനാണ് വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് വീട് താമസം മാറിപ്പോകും എന്നുള്ള പേടി കൊണ്ട് അവിടെ വീട് എടുക്കുകയുള്ളൂ. വീടിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടയ്ക്ക് വിശ്വാസം വരും, ഇടയ്ക്ക് വിശ്വാസക്കുറവ് വരും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ വേറെ ആരെയും വിശ്വാസം ഉണ്ടാവില്ല, കാര്യം വീട് പണിക്ക് വേണ്ടിയാണല്ലോ ഈ പൈസ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് എൻ്റെ അടുത്ത്
ആ പൈസ തന്നിട്ട് പറഞ്ഞു നീ നിന്റെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അധികം ചിലവാക്കി. ഈ അമ്മയുടെ ഈ കരുതൽ മറ്റെല്ലാ മക്കളുടെയും വിമലേച്ചിയുടെ മുകളിലോ അല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു? കരുതലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. കാരണം ആ സമയത്തൊക്കെ ജോലിക്ക് പോവുകയും പിന്നെ ചേച്ചിക്ക് ഒരു ജോലിയിലും കിട്ടി. ഈ കരുതൽ ഇപ്പം എൻ്റെ ഭാഗത്ത് വരാൻ കാരണം വെച്ചാൽ നമ്മൾ എല്ലാവർക്കും വീടായി. എൻ്റെ കൂടെ പിന്നെ ആൺകുട്ടി കൂടെയാണ്. നമ്മൾ 8 പേരിൽ 7 പേർക്ക് വീടായി, സ്വന്തം വീടുകളും കാര്യങ്ങളായി. ഇളയാളാണ് മോൻജി. ഇളയത് കൊണ്ടൊന്നുമല്ല, നമുക്ക് അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷേ വീടായില്ല എന്നുള്ളതാണ്. കുഞ്ഞാവയോടുള്ള ഒരു പരിഗണന ഉണ്ടാവില്ലേ? അതല്ല ഉണ്ടായിരിക്കാം, പക്ഷെ അതല്ല എനിക്ക് തോന്നുന്നു വെച്ചാൽ എനിക്ക് മാത്രം വീടായില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അതിന്റെ പുറത്തുണ്ടാകുന്ന സംഭവമാണ്. ഈ അമ്മയുമായിട്ട് ശ്രീനേട്ടനുമായിട്ടുള്ള ശ്രീനേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോകാറുണ്ട്. ഇപ്പം അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് എല്ലാവരും അവിടെ പോയിട്ടുണ്ട് അമ്മയെ കാണാൻ. കാരണം ബോധമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഓ, ഈ 100ാമത്തെ വയസ്സ് വരെ ജീവിച്ചിരുന്നില്ല. ഒരാഴ്ച, അവസാനത്തെ ഒരാഴ്ച ബോധക്കുറവുണ്ടായില്ല. അവസാനം കുറച്ച് ഈ ഹാർട്ടിലേക്കുള്ള പമ്പിങ് കുറച്ച് ഗ്രാജുവലി കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പ്രായത്തിൻ്റെ കൊണ്ട്. അന്നേരം കുറച്ച് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നല്ലാതെ അപ്പോഴും ആൾക്കാർ തിരിച്ചു വയ്ക്കുക. അത് ഒരു 2 ആഴ്ച മാത്രമേ നിന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ വിനീത് പോയിട്ടുണ്ട്. വിനീതും വൈഫും മക്കളും എല്ലാവരും പോയിട്ടുണ്ട്. വിനീത് അടുത്തും പോയി സംസാരിക്കും, ഫോട്ടോ എടുക്കും, അങ്ങനെ കുറേ നേരം. പിന്നെ അമ്മയുടെ ഏതോ 90ാം വാർഷികമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. 90 എല്ലാവരും കൂടി ആഘോഷിച്ചു. സിനിമ കാണാറുണ്ടായിരുന്നു? TV കാണും.